ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മദ്യപാനാസക്തി, ലഹരി, രാസലഹരി, എൻ്റെ ദൈവമേ, പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കണേ. ആണെന്നും പെണ്ണെന്നും ഒന്നും ഒരു ഭേദമല്ല. ഇപ്പോൾ ഒരമ്മച്ചി കരഞ്ഞുകൊണ്ട് വിളിച്ചതാ, മോൻ്റെ ഭാര്യയും പിള്ളേരൊക്കെ അവരുടെ വീട്ടിലോട്ട് പോയി കളഞ്ഞു, മദ്യപാനം നിർത്തിയാൽ മാത്രമേ ഇനി അവർ വരുള്ളൂ, അല്ലെങ്കിൽ ഡിവേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ തല്ലിത്തകർക്കുന്ന ജീവിതങ്ങൾ, ചിലയിടത്ത് പെണ്ണിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഭൂരിഭാഗം കേസുകൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ പലതും നന്നാകാൻ വേണ്ടി ആ കല്യാണം കഴിപ്പിച്ചതും കുടി മാറാൻ, ലഹരി മാറാൻ എന്നൊക്കെ പറഞ്ഞ് ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി ഒരാളും ഒരു പാവപ്പെട്ട പെങ്കൊച്ചിൻ്റെ ജീവിതം വെച്ച് പരീക്ഷിക്കല്ലേ. കള്ളുകുടിയനാണെങ്കിൽ അവൻ്റെ വഴിക്ക് വിട്ടു, അവനെ നന്നാക്കി എടുക്കും. വല്ല പെൺപിള്ളേരെയും കൊണ്ടുവന്നിട്ട് ഒരാക്കടെയും കുടി മാറാനായിട്ട് പോകുന്നില്ല. അതുപോലെ ഇന്ന് ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. ലഹരിക്കടിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഒരു തവണ രസത്തിന് വേണ്ടിയോ രുചിക്ക് വേണ്ടിയോ തമാശക്ക് വേണ്ടിയോ പാർട്ടിക്ക് വേണ്ടിയോ ആരംഭിച്ചു പോയാൽ പിന്നീട് ഒരിക്കലും അവസാനിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കെണി. പ്രഭാഷകൻ 19:1 പറയുന്നു, മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകുകയില്ല. തൊഴിലാളി മാത്രമല്ല, മുതലാളിയുടെ കാര്യം അതിനേക്കാൾ കഷ്ടം. എൻ്റെ അപ്പനൊക്കെ മുതലാളിയായിട്ടൊക്കെ നല്ല നിലയിൽ ഇരുന്നിട്ടുണ്ട്. അവസാനം തൊഴിലാളികൾ രക്ഷപ്പെട്ടു പോയെന്നും പറഞ്ഞ് മുതലാളി കരഞ്ഞുകൊണ്ട് നടന്ന കാലങ്ങൾ ഒന്ന് രക്ഷപ്പെടാൻ, തിരിച്ചു പിടിക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നു. ഇന്ന് ശരിയാകും, നാളെ ശരി, എല്ലാവരാലും വെറുക്കപ്പെട്ട അവസ്ഥ. അപ്പം എനിക്കറിയാം, ഒരു മദ്യപാനിയുടെ കുടുംബത്തെ, ലഹരിക്കടിപ്പെട്ടവരുടെ മദ്യപാനം, പുകവലി, പാസീവ് സ്മോക്കിങ്, അവരുപയോഗിക്കുന്ന ബാത്റൂമും കിടപ്പുമുറി എല്ലാം കൂടെ പോലും കിടക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ബ്രദർ പറഞ്ഞെന്നും പറഞ്ഞ് ഓടിപ്പോകാനല്ല. എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ഓടിപ്പോയെങ്കിൽ ഇങ്ങനത്തെ ഒരു അപ്പനും ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന ഗ്രൂപ്പും ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് പ്രാർത്ഥിക്കാൻ എന്ത് വചനമാണെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന സങ്കീർത്തനം 146:7 കർത്താവ് ബന്ധനസ്ഥരെ മോചിപ്പിക്കുന്നു. ഒന്നാമത്തെ വചനം ഇതാ. യോഹന്നാൻ 11:44 അവൻ്റെ കെട്ടുകൾ അഴിക്കുക. ലാസറിനെ ഉറപ്പിക്കാൻ യേശു വന്നപ്പോൾ കർത്താവിൻ്റെ വചനം വാക്കാണ്. അവൻ്റെ ഈ കെട്ടുകൾ അഴിക്കണേ കർത്താവേ, വചനത്തിൻ്റെ ശക്തിയാണ്. യോഹന്നാൻ 11:44. വീണ്ടും ന്യായാധിപന്മാർ 15:14 കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു, അവനെ ബന്ധിച്ചിട്ടിരുന്ന കയർ ചണനൂൽ പോലെ അറ്റു വീണു, കെട്ടുകൾ പൊട്ടി. കർത്താവെ, ഈ 3 വചനങ്ങളും പറഞ്ഞ് ഈ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തൊട്ട് മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി, അല്ലെങ്കിൽ ലഹരിക്കടിപ്പെട്ട മകൾക്ക് വേണ്ടി, 2 ഭാഗവും വിളികൾ വരുന്നുണ്ട്. കണ്ണുനീരും കയ്യും ഒരുപാട് കാണുന്നുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല. 2 കുഞ്ഞുങ്ങളുടെ അമ്മക്ക് വേണ്ടി, അവരുടെ മകൾക്ക് വേണ്ടി അമ്മാമ്മ പ്രാർത്ഥിക്കാമെന്ന് തുറക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കരുണക്കൊന്ത ചൊല്ലാം. ഈ 3 വചനങ്ങളും ആവർത്തിച്ച് പറഞ്ഞ് അവരുടെ പേരും കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാം.